ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതേപോലെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പപ്പീസാണ് വന്നിരിക്കുന്നത്. മിനിയേച്ചർ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. 3500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ വീഡിയോയിലുള്ള സീരിയൽ നമ്പർ നോക്കുക. അതിന് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ പ്ലേസും അതേപോലെ നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് പേരൻസ് വന്നിരിക്കുന്നത്. മിനിയേച്ചർ സ്പിറ്റ്സിൻ്റെ 3500 രൂപയാണ് പപ്പിയുടെ റേറ്റ് വരുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. അടുത്തതേക്ക് ജർമ്മൻ ഷെപ്പേർഡ് ഫീമെയിലാണ്. 6 മാസമാണ് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 7000 രൂപയാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ് സെമി അഡൽട്ടിൻ്റെ റേറ്റ് വരുന്നത്. 6 മാസമായ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ബ്രീഡറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കോക്ടെയിൽസും അതേപോലെ ലവ് ബേർഡ്സാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഗ്രേ കോക്ടെയിലിൻ്റെ പീസ് റേറ്റ് 1500 രൂപയും ലവ് ബേർഡ്സ് 150 രൂപയാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയാണ്. അപ്പോൾ കോക്ടെയിൽ വന്നിരിക്കുന്നത് അഡൽട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രേ കോക്ടെയിൽ മാത്രം കൊടുക്കാനുള്ളൂ. പീസ് റേറ്റ് 1500 രൂപയാണ് ചോദിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പേർഷ്യൻ കാറ്റുകൾ വന്നിട്ടുണ്ട്, അതേപോലെ കോഴികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 വരുന്നത് സെയിം ബ്രീഡർ തന്നെയാണ് വന്നിരിക്കുന്നത്. പേർഷ്യൻ കാറ്റുകൾ 3 അഡൽട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 പീസ് റേറ്റ് 3500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയതാണ്. ഫീമെയിൽ കാറ്റുകളാണ് വന്നിരിക്കുന്നത്. 3 പീസ് റേറ്റ് 3500 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ കേജും അതേപോലെ കോഴികളും അടക്കം കൊടുക്കാനുള്ളത് 26000 രൂപയാണ് ചോദിക്കുന്നത്. ഈ നല്ല കൂടും അതേപോലെ BV 380 കോഴികൾ 8 ഉണ്ട്. നാടൻ കോഴി 4 മുട്ടയിടുന്നുണ്ട്. അതുപോലെ 4 മാസമായ നാടൻ കോഴിയുണ്ട്. അതേപോലെ സിൽവർ പോളിഷ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയും 26000 രൂപയാണ് ആ കേജ് അടക്കം ചോദിക്കുന്നത് കോഴികളുടെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. നേവൽ ബേസിൻ്റെ അവിടെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കൂടും കോഴികളും മൊത്തമായിട്ടാണ് 26000 രൂപ ചോദിക്കുന്നത്. അതുപോലെ പേർഷ്യൻ കാറ്റുകൾ പീസ് റേറ്റ് 3500 രൂപ. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക. കേജ് അടക്കമാണ് സെയിൽ വന്നിരിക്കുന്നത്. നാലാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2 പേർഷ്യൻ കാറ്റുകൾ അഡൽട്ട് മെയിലുകളാണ് വന്നിരിക്കുന്നത്. വൈറ്റിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ചോദിക്കുന്നത്. സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്. 1 വയസ്സ് എബവ് പ്രായമുണ്ട്. 2 മെയിൽ കാറ്റുകളാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് വന്നിരിക്കുന്നത് സെമി പഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5500 റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊയിലാണ്ടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ ഇതിൽ 9 ബേർഡുകളാണ് കൊടുക്കാനുള്ളത്. വയലറ്റ് ഫിഷർ 5, വയലറ്റ് ഫിഷർ പെയ്ഡ് 1, ലുട്ടിനോ ഫിഷർ 2, ലുട്ടിനോ ഫിഷർ ഗ്രീൻ ഫിഷർ പെയ്ഡ് 1. മൊത്തം 9 ബേർഡ് കൂടി ചോദിക്കുന്നത് 11000 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്ക് സെയിലാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ആറാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മുയിലുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. 9 മാസം പ്രായമായതാണ്. 3 മെയിലും 3 ഫീമെയിലും ഉണ്ട്. പീസ് റേറ്റ് 200 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. സ്ഥലം വരുന്നത് മല്ലപ്പള്ളിയാണ്. അപ്പോൾ 6 കൊടുക്കാനുണ്ട്. 6 ഒരുമിച്ച് എടുക്കണമെങ്കിൽ 1000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. പീസ് റേറ്റ് 200 രൂപ.
ഏഴാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ലവ് ബേഡ്സുകളാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ പെയറിന് 250 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ലവ് ബേഡ്സുകളാണ് വന്നിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷൻ ഉള്ളത്. പെയറിന് 250 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് ലവ് ബേഡ്സുകൾ കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡേഴ്സായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകൾ അതിലൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡ് വീഡിയോസ് എടുത്ത് അയച്ചു തരാം. അതുപോലെ തന്നെ റേറ്റ്, പ്ലേസ് അതൊക്കെ ടൈപ്പ് ചെയ്ത് അയച്ചു തരേണ്ടതാണ് വീഡിയോ അയക്കുമ്പോൾ തന്നെ. എട്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പ്രാവുകളും അതേപോലെ തന്നെ ഒരു കോക്ടെയിലാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. 2 മെയിൽ ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. 2 കൂടി 600 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫാൻറ്റെയിൽസ് 2, മെയിലുകൾ മാത്രമാണ് ഉള്ളത്, 600 രൂപ. അതേപോലെ തന്നെ കോക്ടെയിലും മെയിലാണ് വന്നിരിക്കുന്നത്. 1500 രൂപയാണ് കോക്ടെയിലിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 9 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. 1500 രൂപയാണ് ഈ പീസിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ കോക്ടെയിലിലെ മെയിൽ ബേഡുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 1500 രൂപയാണ് ഈ ബേഡിന് ചോദിക്കുന്നുള്ളൂ. ലൊക്കേഷൻ മലപ്പുറം. അടുത്തായിട്ട് നമുക്ക് കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഫിഷുകൾ വന്നിട്ടുണ്ട്. നല്ല റേറ്റ് ഓറിയനാണ് ഫിഷുകൾ വന്നിരിക്കുന്നത്. ഇത് ഓസ്കാറിൻ്റെ ആൽബിനോയും അതുപോലെ ഫയർ റെഡാണ് വന്നിരിക്കുന്നത്. 1.5 ഇഞ്ച് 2 ഇഞ്ച് വലുപ്പമുള്ളതാണ്. 35 രൂപയാണ് പീസിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഇത് കാർപ്പാണ് വരുന്നത്. കാർപ്പ് 15 രൂപയുടെ പീസ് റേറ്റാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് കൊടുക്കാനുണ്ട്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റീറ്റെയിലും ഹോൾസെയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫിഷിനൊക്കെ എടുക്കാൻ താല്പര്യമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. ഇതിന് 15 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് മിൽക്കി വൈറ്റ് കാർപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ടൈൽ ലെങ്ത് ഒക്കെ ഉള്ളതാണ്. പീസ് റേറ്റ് 35 രൂപയാണ് വരുന്നുള്ളൂ ഈ കാർപ്പിനൊക്കെ. അപ്പോൾ നല്ല അടിപൊളി കാർപ്പുകളൊക്കെ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. ഫിഷസിനൊക്കെ എടുക്കാൻ താല്പര്യമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബൾക്കൊക്കെ എടുക്കുമ്പോൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് ഓസ്കാറാണ് വന്നിരിക്കുന്നത്. അഡൽട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വന്നിരിക്കുന്ന റേറ്റ് പീസ് റേറ്റ് 800 രൂപയാണ് ചോദിക്കുന്നത്. ഓസ്കാറിൻ്റെ അഡൽട്ട് പീസ് റേറ്റ് 800 രൂപ. അപ്പോൾ ഇവിടെ പ്രത്യേകത ഒരുപാട് ഫിഷുകൾ ഇവിടെ സെയിലിനുണ്ട്. ബൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബൾക്ക് എടുക്കാം. അതുപോലെ ഫൈറ്ററുകൾ ഒരുപാടുണ്ട്. 65 രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ. നല്ല റേറ്റ് കുറവാണ് ഫിഷുകൾക്ക് എല്ലാത്തിനും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഫൈറ്ററിൻ്റെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ അവൈലബിൾ ആണ് ഇവിടെ. 65 രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ. ഒരുപാട് കളർ വെറൈറ്റികളൊക്കെ കൊടുക്കാനുണ്ട്. ഇത് വന്നിരിക്കുന്നത് ഓസ്കാറിൻ്റെ തന്നെ ബേബീസാണ് വന്നിരിക്കുന്നത്. ഇതിന് പീസ് റേറ്റ് 25 രൂപയാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ പുതിയ സ്റ്റോക്കുകളാണ്. ഫൈറ്ററിൻ്റെ വേറെ സ്റ്റോക്കുകൾ 65 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി കളർ കോമ്പിനേഷനും അതുപോലെ നല്ല അടിപൊളി കളറുള്ള ഫൈറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 65 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. ഒരുപാട് കൊടുക്കാനുണ്ട് ഫിഷുകൾ ഇവിടെ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഹൈദരാബാദ് ബീറ്റൽ ക്രോസിൻ്റെ മുട്ടനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 7.5 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 8000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ബ്രീഡേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8000 രൂപ. 7.5 മാസം പ്രായമായ മുട്ടനാടാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പേർഷ്യൻ കാറ്റുകളാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ് കിറ്റൺസാണ് വന്നിരിക്കുന്നത്. 2.5 മാസം പ്രായമായ 4 കിറ്റൺസ് വന്നിട്ടുണ്ട്. 2 മെയിലും 2 ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളമാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു കിറ്റൻ്റെ റേറ്റ് വരുന്നത് 4000 രൂപയാണ് ചോദിക്കുന്നത്.
അപ്പം ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്ക് എടുക്കാം. 4 കിറ്റൻസ് ഉണ്ട്, 2 മെയിലും 2 ഫീമെയിലും, അതുപോലെ 2 വൈറ്റും 2 ഒരു ഗോൾഡും ഒരു ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 4000 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പേർഷ്യൻ ക്യാറ്റ് ഡോൾ ഫേസ് കിറ്റൻസിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സഹായമാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് പ്രാവുകളും വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് മുദീനയുടെ ഒരു പെയറും അതേപോലെ ഒരു സിംഗിളാണ് വന്നിരിക്കുന്നത്. 3 എണ്ണം കൂടി ചോദിക്കുന്ന റേറ്റ് 1800 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ മുദീന 3 എണ്ണം 1800, ഒരു പെയറും ഒരു സിംഗിളും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പ്രാവുകളും അതുപോലെ കോഴികളും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 6 കോഴികളാണ് വന്നിരിക്കുന്നത്. എല്ലാതും 5 എണ്ണം എഗ് ചെയ്യുന്നതാണ്, ഒരെണ്ണം അഡൽട്ട് പൂവനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കരിങ്കോഴി ഉണ്ട്, അതുപോലെ കരിങ്കോഴി ക്രോസ് ഉണ്ട്, ഗ്രാമശ്രീ ഉണ്ട്. അപ്പോൾ ഇതിന് 6 എണ്ണം കൂടി ചോദിക്കുന്നത് 2500 രൂപയാണ് ചോദിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് മുഖിയുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 800 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 12ാമത്തെ സെക്ഷൻ ഫുള്ള് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ജോഡി ബർപ്പനും വന്നിട്ടുണ്ട്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. നല്ല ബൂട്ട് ക്വാളിറ്റിക്കുള്ള ബർപ്പനാണ് വന്നിരിക്കുന്നത്. 13ാമതായിട്ട് നമുക്ക് ബേഡ്സ് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത്. കോക്ടെയിലും അതേപോലെ ഒരു കൊനൂറാണ് വന്നിരിക്കുന്നത്. കോക്ടെയിൽ ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലച്ചിൽ 3 കുട്ടികളെ കിട്ടിയതാണ്. അപ്പോൾ രണ്ടാമത് എഗ്ഗിന് റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞ ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ കോക്ടെയിലിൻ്റെ ബ്രീഡിംഗ് പെയറൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 3500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അടുത്ത് വന്നിരിക്കുന്നത് ജനതാ കൊനൂറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 8 മാസം പ്രായമായതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഈ പീസിൻ്റെ റേറ്റ് വരുന്നത്. സിംഗിൾ പീസാണ്. 8 മാസം പ്രായമായ കൊനൂറ് 5000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഡുകൾ സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 2 ബ്രീഡിംഗ് പെയറാണ്. ഇതിലൊരു ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 2000 രൂപയാണ് ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 2 ബ്രീഡിംഗ് പെയറുകൾ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെമി അഡൽട്ട് പീസുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ പീസ് റേറ്റ് 500 തൊട്ട് 1000 രൂപ വരെയുള്ള പീസ് റേറ്റുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് സെമി അഡൽട്ടും അതുപോലെ അഡൽട്ടുകളും കൊടുക്കാനുണ്ട് ഇതിൽ. അപ്പോൾ കോളനി സിസ്റ്റം ആയതുകൊണ്ടാണ് ഇതിൽ പീസ് റേറ്റ് 500 രൂപ തൊട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.